നമ്മളുടെ സൗന്ദര്യം നിലനിർത്തുന്നത് സ്വഭാവത്തിലാണെന്ന് പറയുന്നുണ്ട്. മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ടാൽ നമ്മൾ വളരുന്നത് അല്ലേ? പക്ഷെ എന്തുവന്നാലും നമ്മുടെ മുഖത്ത് ഉള്ളതിനേക്കാൾ ഒന്ന് ഡൗൺ ആവുമോ, ഒരു കുത്തുകളോ ഒക്കെ വീഴുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം അല്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അതല്ലേ സത്യം. ഹായ്, ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. എൻ്റെ ഞാൻ പറയുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സഹായിക്കണം. ഇന്ന് ഞാനിവിടെ പറയുന്ന വിഷയം ഫ്രിക്കിൾസിനെ കുറിച്ചാണ്. നമുക്ക് മനസ്സിലാകും, നമ്മുടെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ ചിലർ, അതൊക്കെ ഒന്നും കൂടി ഇച്ചിരി വെളുത്തവരാണെങ്കിൽ എടുത്തു കാണിക്കും അല്ലേ? നമ്മുടെ മൂക്കിൻ്റെ ഇരുവശത്തും കവിളിലും ഒക്കെ ഒരു സൈസ് ബ്രൗൺ കളറിലെ കുത്തുകളും പാടുകളും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് ഫ്രിക്കിൾസ് എന്ന് പറയുന്നത്. ഇതുണ്ടാകുന്നത് ഞാൻ മുമ്പേ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞതുപോലെ നമ്മുടെ പാരമ്പര്യം കൊണ്ടുണ്ടാകാം. നമ്മുടെ സൂര്യപ്രകാശത്തിൻ്റെ പ്രതിരോധിക്കാൻ നമ്മൾ ക്രീമും ഒന്നും പുരട്ടാത്തവരും സണ്ണിൻ്റെ പ്രകാശത്ത് ഒത്തിരി ചിലവഴിക്കുന്നവർക്കും അതിൻ്റെ പ്രൊട്ടക്ഷൻ എടുക്കാത്തവർക്കും ഒക്കെ നമ്മൾ പിന്നെ ഇതൊരു ഏജ് ആകുമ്പോൾ സ്വാഭാവിക ഏജിൻ്റെ ഇതിൻ്റെ അവസ്ഥയിലും ഇതുപോലൊരു പാടുകൾ വരാം. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് സ്ട്രെസ്സ്, ടെൻഷൻ ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ സാധനം വന്നു കൂടും. പിന്നെന്ന് വെച്ചാൽ നമുക്ക് ഹോർമോൺ ചേഞ്ച് കൊണ്ട്, പിന്നെ ആർത്തവ വിരാമത്തിൽ ഇതൊക്കെ ഇങ്ങനത്തെ ഈ ഫ്രിക്കിൾസ് വരാനായിട്ട് ഒരു സാധ്യതകൾ ഏറെയാണ്. ഇതിപ്പം അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കെമിക്കൽ പീൽസ് ഉണ്ട്, ലേസർ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ ഈ ഫ്രിക്കിൾസിന് വേണ്ടിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതെല്ലാവരെ കൊണ്ടും താങ്ങാൻ പറ്റത്തില്ല. സാധാരണക്കാർക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു 40+ അല്ലെങ്കിൽ 45 അല്ലെ 50, 50+ ശേഷമുള്ളവർക്ക് ആ ഏജിലാണ് നമ്മുടെ ഈസ്ട്രജൻ്റെ കുറവ്, കൊളാജിൻ്റെ കുറവ് ഇതെല്ലാം സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് അല്ലേ നമ്മളെപ്പോഴും സംസാരിക്കുന്നതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഒരു പരിധി വരെ നമുക്കിതിനെ കുറയ്ക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആഴ്ചയിൽ ഇന്ന ആഴ്ച ഇത് ചെയ്യുക, ഇന്ന ആഴ്ച ഇത് ചെയ്യാൻ നമുക്കൊരു ഓർഡർ വേണം. മനസ്സിലായോ? സ്കിന്നിൻ്റെ കാര്യത്തിൽ നമുക്ക് 50 വയസ്സ് കഴിഞ്ഞല്ലേ, 45 വയസ്സായി, മക്കളൊക്കെ വലുതായി, ഇനി നമ്മൾ എന്തിനാണ് നോക്കുന്നത്? അങ്ങനെ ഒരിക്കലും നമ്മളിതിരിക്കില്ല. നമുക്കൊരു കോൺഫിഡൻസ് ആണ്, അതെല്ലാവരിലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ആരും അത് പുറത്തോട്ട് പറഞ്ഞ് സമ്മതിക്കുന്നില്ലെന്നേ ഉള്ളൂ. ദയവ് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ഒരു പരിധി വരെ നമുക്ക് ഇതിനെ കുറയ്ക്കാൻ പറ്റും. മനസ്സിലായോ? അതിന് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ട് നമുക്കിത് കുറയ്ക്കാമെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടിയത് ഒരു പൊട്ടറ്റോ നല്ലതായിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ട് ആ ഒരു പൊട്ടറ്റോയിലും നമ്മൾ ഇച്ചിരി വെള്ളവും കൂടെ ആഡ് ചെയ്ത് നമ്മളതിൽ കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം ഇച്ചിരി ജ്യൂസായിട്ട്, അത് അരച്ച പടി തന്നെ ഇച്ചിരി ജ്യൂസായിട്ട് കുറച്ച് മാറ്റുക. ബാക്കിയുള്ളത് കുറച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അവിടെ മാറ്റി വെക്കുക. അത് നമുക്ക് ലാസ്റ്റ് ഒരു ടിപ്പുണ്ട്, അതുകൊണ്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അത് ലാസ്റ്റ് അത് നമുക്ക് ഉപകാരപ്പെടും. ആദ്യം വേണ്ടിയത് ഈ പൊട്ടറ്റോ ജ്യൂസിൻ്റെ അകത്തോട്ട്, പൊട്ടറ്റോയുടെ ഗുണങ്ങൾ അറിയാമല്ലോ, വൈറ്റമിൻ സി, നമ്മുടെ കൊളാജിനെ ബൂസ്റ്റ് ചെയ്യാനുണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് റിച്ചാണ്, നമുക്ക് പഫ്നെസ് മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും ഒക്കെ അതിൻ്റെ അകത്തൊരു എൻസീം ഉണ്ട്, കാറ്റിക്കുലേഴ്സ് എൻസീം ഉണ്ട്. അതുകൊണ്ടൊക്കെ പൊട്ടറ്റോയുടെ ഗുണങ്ങൾ നമ്മൾ എപ്പോഴും പറയുന്ന ഏറ്റവും ബെസ്റ്റാണ് പൊട്ടറ്റോ. അതിൻ്റെ ജ്യൂസ് എടുക്കുക. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് ഹണി ആഡ് ചെയ്യുക. ഒരു ടീസ്പൂൺ ഹണി ആഡ് ചെയ്യുക. ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടീസ്പൂൺ പൊട്ടറ്റോ ജ്യൂസ് എടുക്കുക. 1 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യുക. അതിൻ്റെ അകത്തോട്ട് ഹണിയുടെ ഗുണം അറിയാലോ, നല്ലൊരു സ്മൂത്തിങ്ങാണ്, ഹൈഡ്രേറ്റിങ്ങാണ്, നല്ലൊരു എന്താ പറയേണ്ടത്, നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. നമ്മൾക്ക് നല്ലൊരു മോയ്സ്ചറൈസർ തരും ഈ തേനെന്ന് പറയുന്നത്. പിന്നെ അടുത്തയാളെന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ ആണ്. പണ്ടൊക്കെ ബ്യൂട്ടി പാർലറിലൊക്കെ ബ്ലീച്ചിങ്ങിനായിട്ട് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ബേക്കിംഗ് സോഡ ഇടുന്നത് മുഖത്തിന് അഴുക്കാന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ
അതൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് പോലെ നമുക്ക് നല്ലൊരു എക്സ്ഫോളിയേറ്റ് തരും. നമ്മുടെ നല്ല അഴുക്കൊക്കെ പുറത്തോട്ട് തള്ളാനൊക്കെ നല്ലൊരു സംഗതിയാണ്. എന്ത് ചെയ്യണമെന്നറിയാമോ? ഈ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് എടുക്കാവുള്ളൂ. മനസ്സിലായോ? ഒരു പിഞ്ച് എടുത്തിട്ട് അതിനകത്ത് ആഡ് ചെയ്യുക. ബേക്കിംഗ് സോഡ ഒക്കെയാണ് പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരുപാടൊന്നും പറഞ്ഞ് ഉപയോഗിക്കരുത്. ഒരു പിഞ്ച് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുക. അപ്പം എന്തൊക്കെയാണ്? നമുക്ക് പൊട്ടറ്റോ ജ്യൂസ് വേണം, ഹണി വേണം, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ വേണം. നമ്മുടെ സ്കിന്നൊന്നും ശരിക്കും നല്ലൊരു ലൈറ്റനിങ്ങും ബ്രൈറ്റനിങ്ങും ആവും ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോഴത്തേനും. ഇത് മൂന്നും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് നല്ലതായിട്ട് വാഷ് ചെയ്ത് വന്നതിന് ശേഷം ഇതൊന്ന് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്തൊരു 5 മിനിറ്റ് കഴിഞ്ഞ് അത് നല്ലതായിട്ട് ചെറു ചൂടുവെള്ളത്തിലൊന്ന് ചെറുന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമേ ആകാവുള്ളൂ. എന്നെ പച്ചവെള്ളം ആകാതിരിക്കുകയും വേണം. അതുകൊണ്ടൊന്ന് നമുക്കൊന്ന് തുടച്ചെടുക്കാം. മനസ്സിലായോ? രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടിയതാണ് യോഗാട്ട് വേണം. തൈരിൻ്റെ ഗുണങ്ങൾ അറിയാലോ. ലാക്റ്റിക് ആസിഡും ഫാറ്റി ആസിഡും കൊണ്ട് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റാണ്. നല്ലൊരു മോയ്സ്ചറൈസിങ് തരും. നല്ല സൂപ്പർ ഫുഡാണ് നമ്മുടെ സ്കിന്നിന്. അപ്പോൾ എന്ത് ചെയ്യണം? അതെടുക്കുക. 1 ടീസ്പൂൺ തൈരെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ആഡ് ചെയ്യേണ്ടത് ലെമൺ പീൽ പൗഡറാണ്. ലെമൺ പീൽ പൗഡർ വാങ്ങിക്കാൻ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും. ഒന്നും അല്ലെങ്കിൽ നമ്മൾ ഈ കറിക്കരിയുന്ന ഇതേ വെച്ചിട്ട് നമ്മൾ ലെമൺ എടുത്തിട്ട് അതിൻ്റെ മണ്ടേ ഒന്ന് 3-4-5 ലെമൺ എടുത്തിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉണക്കിയെടുത്തിട്ട് പൊടിക്കാവുന്നതേ ഉള്ളൂ. ഈ ലെമൺ പീൽ എന്ന് പറയുന്നത് ലെമണ്. അത് വേണ്ട. ഓറഞ്ച് പീൽ പൗഡർ ആണെങ്കിൽ മതി. ഈ യോഗാട്ടും ഓറഞ്ച് പീൽ പൗഡറും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു പായ്ക്കാക്കുക. ഓറഞ്ച് പീൽ സിട്രിക് ആസിഡ് ഉണ്ട്. ഞാൻ ലെമൺ പീൽസ് ആണ്. ലെമണിലാണെങ്കിൽ വൈറ്റമിൻ സി ഉണ്ട്. ഇത് നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് ലൈറ്റ് ചെയ്യാനും ബ്രൈറ്റ് ആക്കാനും നമ്മുടെ ഫ്രിക്കിൾസിനെ ഒന്ന് കുറയ്ക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ്. ഇതിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ ഇടുകയും വേണ്ട, ഒരു 10 മിനിറ്റ് ഇട്ട് അതൊന്ന് ഡ്രൈ ആയിന്ന് നമുക്ക് തോന്നുമ്പോഴേ നമുക്ക് എടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്യാം. ഫേസ് നല്ലോണം വാഷ് ചെയ്ത് ശരിക്കും ഒന്ന് തുടച്ചതിന് ശേഷം അടുത്ത ആളാണ് മെയിൻ ആള് ഇതിൻ്റെ അകത്ത്. നമ്മൾ മാറ്റി വെച്ച് ജ്യൂസില്ലേ, പൊട്ടറ്റോയുടെ ജ്യൂസ് നമ്മൾ മാറ്റി വെച്ചു. അപ്പോൾ അതിൻ്റെ അടിയിൽ നല്ലതായിട്ട് അത് തിക്കൊരു പേസ്റ്റ് പോലെ അതിൻ്റെ പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് അടിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അടിയിലെ ആ സ്റ്റാർച്ച് മാത്രം നമ്മൾ എടുക്കുക. മനസ്സിലായോ? ആ സ്റ്റാർച്ച് മാത്രം എടുത്തിട്ട് അലോവേര ജ്യൂസും കൂടെ അലോവേര ജെല്ല് കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് ഒരു 20 മിനിറ്റ് അത് വെക്കണം. പ്ലീസ്, നമ്മൾ അത്രയും 20 മിനിറ്റ് വെച്ച് ആദ്യം 5 സെക്കൻഡ് ബൈക്ക് 10 ഇതൊരു 20 മിനിറ്റ് വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് വാഷ് ചെയ്യുമ്പം നമുക്ക് ഞെട്ടിപ്പോകുന്ന ഒരു ചേഞ്ചാണ് നമ്മുടെ ഫേസിൽ വരുന്നത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ പൊട്ടറ്റോ സ്റ്റാർച്ച് നമുക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ വീട്ടമ്മമാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാവോ? നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ എണീറ്റ് പോകണമല്ലോ എന്ന് ഓർത്തല്ല ഞാൻ കാണിച്ചേനെ. പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പൗഡർ. വെറും 250 ഗ്രാമിന് എങ്ങാണ്ട് 50 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് വീട്ടിലുണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ, മിക്സിയിൽ അരയ്ക്കാനും മിക്സി കഴുകാനും അതൊക്കെ പാടാണെങ്കിൽ ആ സ്റ്റാർച്ച് വാങ്ങിച്ചു വെച്ചാൽ നമുക്ക് പല കാര്യത്തിന്, പൊട്ടറ്റോ എന്ന് പറയുന്ന ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ സ്കിന്നിന്. അത് നമ്മുടെ പല ഫേസ് പാക്കുകൾക്കൊക്കെ നമുക്ക് നല്ലതായിട്ട് ഉപകാരപ്പെടുന്നതാണ്. അപ്പം നിങ്ങൾ ഒന്നുകിൽ അത് വാങ്ങിച്ച് വെച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ രീതിയിൽ ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഈ 3 മെത്തേഡും, ഫസ്റ്റത്തെ സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി വീഡിയോ ലെന്തായിപ്പോൾ. അതുകൊണ്ടാണ് ആ 3 സ്റ്റെപ്പും നിങ്ങളെ ആഴ്ചയിൽ ഈ ഒരു ഫ്രിക്കിൾസിന് വേണ്ടി ചെയ്യുന്നത് ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്താൽ മതി. ഈ 3 സ്റ്റെപ്പും ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം മസ്റ്റായിട്ട്.
50+ കഴിഞ്ഞവരും 45 ആയാലും 40+ കഴിഞ്ഞവരും മറക്കരുത്. ഈ പായ്ക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്താൽ നല്ലൊരു, നമുക്ക് തന്നെ ഞെട്ടിക്കുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങളെല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഈ ടോപ്പിക്ക് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് വന്ന് കമൻ്റ് ഇടണേ. അത്രയ്ക്കും മിറക്കിൾ റിസൾട്ടാണ് കിട്ടുന്നത്. ഓക്കെ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കണം കൂടെ അമർത്തിയാലേ എൻ്റെ നെക്സ്റ്റ് വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക് യു.